ഉത്തർപ്രദേശിലെ സംഭൽ വിഷയം ആളിക്കത്തിക്കാൻ കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് രാഹുലിനെയും പ്രിയങ്കയെയും ഗാസിയാബാദിൽ തടഞ്ഞു. UP പോലീസാണ് രാഹുലിനെയും പ്രിയങ്കയെയും തടഞ്ഞത്. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, നമ്മൾക്കറിയാം വലിയ സംഘർഷം നിലനിന്ന മേഖലയാണ് ഉത്തർപ്രദേശിലെ സംഭാൽ. അവിടെ നേതാക്കൾക്കടക്കമുള്ള ആളുകൾ അങ്ങോട്ടേക്ക് പ്രവേശിക്കുന്നതിന് വിലക്കുണ്ട്. അവിടെ നിലവിൽ സംഘർഷം വർദ്ധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉത്തർപ്രദേശ് സർക്കാർ കൃത്യമായ ഇടപെടൽ നടത്തിയത്. നമ്മൾക്കറിയാം വർഗീയ സംഘർഷം രൂപപ്പെട്ട ഒരു മേഖലയാണത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ സംഘർഷം അടിച്ചമർത്താൻ അല്ലെങ്കിൽ അത് പിടിച്ചു നിർത്താൻ ഉത്തർപ്രദേശ് സർക്കാരിനായി. അങ്ങോട്ടേക്ക് കൂടുതൽ ആളുകൾ എത്തുന്നത് നിയന്ത്രിച്ചതും ഇത്തരത്തിലുള്ള സംഘർഷം തടയുന്നതിന് വേണ്ടിയാണ്. പക്ഷേ ഇത്തരം സംഘർഷ സാധ്യതകൾ നിലനിൽക്കുന്ന ഈ പ്രദേശത്തേക്ക് പ്രകോപനമുണ്ടാക്കാൻ എന്നുള്ള നിലയിൽ തന്നെയല്ലേ ഇന്ന് പ്രതിപക്ഷ നേതാവ് രാഹുലും അതുപോലെ തന്നെ പ്രിയങ്കയും ഒക്കെ തന്നെ അങ്ങോട്ടേക്ക് പോകാനുള്ള ശ്രമം നടത്തിയത്? ഗൗതം, അതെ, UPയിലെ സാമ്പിളിൽ കർക്കശമായ നിയന്ത്രണം നിലവിൽ ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിരിക്കുന്നു. ഒപ്പം സംസ്ഥാന സർക്കാരും ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കലാപം ആളിക്കത്താതിരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഡിസംബർ 10 വരെ നിരോധനാജ്ഞ ഉൾപ്പെടെയുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട്. മാത്രമല്ല, ജില്ലാ മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് പുറത്തു നിന്നാരും ഈ സാമ്പൽ നഗരത്തിലേക്ക് എത്തരുത് എന്നത് സംബന്ധിച്ചുള്ള നിർദ്ദേശവുമുണ്ട്. ഇത് മറികടന്നുകൊണ്ടാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുലും അതോടൊപ്പം തന്നെ പ്രിയങ്ക ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇന്നിപ്പോൾ ഗാസിയാബാദിലൂടെ സാമ്പലിലേക്ക് പോകാൻ ഒരു നീക്കം നടത്തിയത്. എന്നാൽ ഗാസിയാബാദിൽ പോലീസ് വലിയ ബാരിക്കേഡുകൾ ഉപയോഗിച്ച് രാഹുലിനെയും പ്രിയങ്കയെയും ഒപ്പം KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളെ തടഞ്ഞിരിക്കുകയാണ്. ഒരു കാരണവശാലും യാത്ര അനുവദിക്കില്ല എന്ന നിലപാടിൽ പോലീസ് അടിയുറച്ചു നിൽക്കുന്നു. എന്നാൽ കോൺഗ്രസ് പ്രവർത്തകരും രാഹുലും ഇപ്പോഴും ഈ ഗാസിയാബാദിൽ തുടരുകയാണ്. തങ്ങൾ മുന്നോട്ട് പോകും എന്ന് ആക്രോശിച്ചുകൊണ്ട് പോലീസിനെ പിടിച്ചു തള്ളുകയും ബാരിക്കേഡുകൾ തള്ളി നീക്കാനുള്ള ശ്രമവുമൊക്കെ നടക്കുന്നുണ്ട്. നിലവിൽ സംഘർഷാവസ്ഥ ഇല്ലെങ്കിലും ഒരുപക്ഷെ പിന്നീട് അവിടെ ലാത്തി ചാർജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കടക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ധാരാളം കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ ഈ ഗാസിയാബാദിലേക്ക് എത്തുന്നുണ്ട്. ഈ ബാരിക്കേഡുകൾ തള്ളി മുന്നോട്ട് നീക്കാൻ ഒരു ശ്രമം നടത്തി കഴിഞ്ഞാൽ ഈ മേഖലയിൽ സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിയുന്നത്. വിനോദ്, തീർച്ചയായും ഉത്തർപ്രദേശിലെ സംഭലിലാണ് നിരോധനാജ്ഞ ലംഘിച്ച് അങ്ങോട്ടേക്ക് പോകാനുള്ള പ്രതിപക്ഷ നേതാവ് രാഹുലിൻ്റെയും പ്രിയങ്കയുടെയും ശ്രമങ്ങൾ പോലീസ് തടയുകയാണ് ഉണ്ടായത്. നിരോധനാജ്ഞ നിലനിൽക്കുന്ന സ്ഥലത്താണ് സംഘർഷ സാധ്യതകളെ ഒന്നും വകവയ്ക്കാതെ കോൺഗ്രസ് നേതാക്കൾ അങ്ങോട്ടേക്ക് പോകാനുള്ള ശ്രമം നടത്തിയത്. ഉത്തർപ്രദേശ് പോലീസ് അവരെ തടയുകയും ചെയ്തു. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൗതം അനന്തനാരായണൻ.